ഇത് വന്നിട്ട് പാലക്കാട് ജില്ലയിലാണിത്. പാലക്കാട് ജില്ലയിൽ തിരുവാഴിയോട്ടുന്ന് മണ്ണാർക്കാട് റോഡിന് പോകുമ്പോൾ തിരുവാഴിയോട്ടുന്ന് സെൻറ്ററിൽ ഒരു 200 മീറ്റർ റൈറ്റ് സൈഡിൽ ഹരിഹര കോംപ്ലക്സ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ് വിസ്മയ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. നമ്മൾ ഈ വിസ്മയ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇപ്പം എന്തൊക്കെ വർക്കുകളാണ് സാറ് ഫോക്കസ് ചെയ്യുന്നത്? മറ്റുള്ള ഒരു ഇന്റീരിയർ സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് നമ്മളുടെ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ വീടിൻ്റെ റിനോവേഷനുകളാണ്. വീടിൻ്റെ റിനോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അതിൻ്റെ ഫേസൊക്കെ മാറ്റി പുതിയ മോഡലാക്കുക. പിന്നെ അതിനകത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻറ്റീരിയർ പഴയ മോഡൽ ഇൻറ്റീരിയറിനെ പുതിയ മോഡലാക്കുക. അത് പൊളിച്ച് അത് നമ്മൾ പഴയ ഫെറോസിമെൻറ്റ് കാര്യങ്ങൾ പഴയ അലുമിനിയത്തിനൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി പുതിയ മോഡൽ WPVC അല്ലെങ്കിൽ മൾട്ടിവുഡ് അല്ലെങ്കിൽ മറൈൻ പ്ലൈ. ഇതിൽ കസ്റ്റമറിന് എങ്ങനെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് അവരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എമൗണ്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്ത് നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറ് പാറ്റേൺ അത് വെച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. നമ്മൾ ഈ പഴയ സാറിനെ ഓരോ ലൊക്കേഷനിൽ ഇപ്പോൾ ചെല്ലുമ്പോഴും ആ വീടിൻ്റെ കാലപ്പഴക്കം ഈ വർക്കിനെ പലപ്പോഴും ബാധിക്കാറുണ്ടോ ശരിക്കും? അത് പഴയ വീടാകുമ്പോൾ നമുക്ക് അതിന് അനുസരിച്ചൊരു മറ്റേ വർക്കിനേതായ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മളവർ പറഞ്ഞ് മനസ്സിലാക്കും. ഇപ്പോൾ ഒരു വീടിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു വീടിൻ്റെ കാലപ്പഴക്കം പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിലും ചിലത് നമുക്കൊരു പരിധി ഉണ്ട് എല്ലാവരും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം എന്നമാതിരി നമുക്കത് ചെയ്താൽ പറ്റും. അപ്പം അതിന് മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ തുറന്ന് പറയും. കാരണം നമ്മൾ അവരുടെ പൈസ മേടിച്ച് ചെയ്യുമ്പോൾ അവർക്ക് അതും കൊണ്ടൊരു ഉപയോഗത്തിൽപ്പെടണം. അല്ലാണ്ട് നമ്മൾ ചെയ്തിട്ട് വെറുതെ എന്ന് പറഞ്ഞിട്ട് ഉള്ള മാതിരി ചെയ്യില്ല. നമ്മളൊരു ക്ലയൻറ്റിനായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഓർഡർ കൺഫർമേഷൻ വാങ്ങാറ്? ആ സൈറ്റ് വിസിറ്റ് ചെയ്തതിനു ശേഷമാണോ? എങ്ങനെയാണൊരു അവരുടെ ബഡ്ജറ്റാണ്? എങ്ങനെയാണ് ഒരു ക്ലയൻറ്റുമായൊരു കണക്ഷൻസിൽ വർക്ക് ഫിനിഷ് ഓർഡർ എടുത്തിട്ട് വരുന്നത് എങ്ങനെയാണ്? അത് ടൈം പീരീഡ് എങ്ങനെയാണ് കൊടുക്കാറ് അതിനൊക്കെ? അത് നമ്മളിപ്പോൾ കസ്റ്റമർ 2-3 തരത്തിലാണ് വിളിക്കുക. ഒന്ന് നമ്മൾ ആഡ് കണ്ടിട്ട് വിളിക്കുന്നവരുണ്ട്, അല്ലാണ്ട് വേറെ വർക്ക് കണ്ടിട്ട് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ വർക്ക് കണ്ട് വിളിക്കുന്നവർക്ക് ഏകദേശം ഈ വർക്കിൻ്റെ കാര്യങ്ങൾ ആ നമ്പർ കൊടുക്കുന്ന കസ്റ്റമർ ഏകദേശം അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എമൗണ്ടിൻ്റെ കാര്യം മാത്രമേ നമുക്ക് അവരോട് സംസാരിക്കേണ്ടുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഈ ആഡ് കണ്ടിട്ട് വരുന്നവർ ഇപ്പോൾ ഒരു 3D പിക്ചറോ അല്ലെങ്കിൽ നെറ്റിൽ പിക്ചറുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മളോട് അന്വേഷിക്കുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ മെറ്റീരിയൽ കാര്യങ്ങൾ അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റഡി ചെയ്ത് കൊടുക്കും. ഇന്നിങ്ങനെ മാതിരിയാണ്, ഇന്ന മാതിരി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ഇങ്ങനെ ഉണ്ടാവും. ഓരോ മെറ്റീരിയലും ഇപ്പോൾ മൾട്ടിവുഡ് ആണെങ്കിലും WPVC ആണെങ്കിലും മറൈൻ പ്ലൈ പിന്നെ 303 കൊമേഴ്ഷ്യൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ഏതിലവർ വില്ലിങ് ആവശ്യം നമുക്കത് ആ ലെവലിലേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഓരോ പ്ലൈവുഡ് ആണെങ്കിലും മൾട്ടിവുഡ് ആണെങ്കിലും ഇപ്പോൾ ഡെൻസിറ്റി പിന്നെ അതിൻ്റെ ഇപ്പോൾ പ്ലൈവുഡ് ആണെങ്കിൽ BWP ബോയിൽ വാട്ടർ പ്രൂഫ് പിന്നെ ബോയിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് ഇങ്ങനെ 2 ഐറ്റം രണ്ട് ഗുണങ്ങൾ രണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ബഡ്ജറ്റ് അതിലേക്ക് ഒതുങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് മൂവ് ചെയ്യുള്ളൂ. പിന്നെ അവർക്കത് വേണ്ട, ആ ബഡ്ജറ്റ് വേണ്ട, അത് ഓവറാണ്, കുറഞ്ഞതിൽ ചെയ്യാമെന്ന് അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടിയ മെറ്റീരിയൽ ഇടുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അപ്പം അത് രണ്ടും പറഞ്ഞ് ഏകദേശം എല്ലാം നമ്മൾ അതിനനുസരിച്ചാണെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുക. സാറിന് ഓൾ കേരള ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വർക്കുകൾ വരുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് അവിടെ പോയുമായിട്ട് ഒരു കോർഡിനേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും? നമ്മൾ ആദ്യം ഇപ്പോൾ ഓൾ കേരള നമ്മളൊരുവിധം എല്ലാം പോയി കാസർഗോഡ്, കണ്ണൂർ അങ്ങനെ 2-3 ജില്ല മാത്രമേ എത്താത്തുള്ളൂ. ബാക്കി ഒരുവിധമൊക്കെ നമ്മൾ എത്തി. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്താണ്. മധുക്കര എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓഫീസിന് വർക്കാണ്. നമ്മൾ ആദ്യം പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്കത് വർക്ക് അവർ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആദ്യം അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ മനസ്സിലാക്കും. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയും. നമുക്ക് ഇത്ര രൂപ ഇപ്പോൾ വന്നു പോകാനും ഇവിടെ ഹാൾട്ട് ചെയ്യാനും കാര്യം എല്ലാം സംസാരിച്ച് ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഡേറ്റ് പറയും. ഡേറ്റിൽ നമുക്ക് ഫണ്ടിൻ്റെ കാര്യങ്ങൾ ഇത്ര ടൈമിൽ ഇത്ര എമൗണ്ട് വേണം, അതിന് ഡിലേ ഇല്ലാണ്ട് വരണം പറഞ്ഞ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യില്ല അതിൻ്റെ കാര്യം പറഞ്ഞു. ഒരു വർക്കിൻ്റെ ഒരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈം പീരീഡ് ശരിക്കും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറ്? അത് നമ്മൾ പറയുന്നത് ഏകദേശം നമ്മൾ ഇപ്പോൾ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ മാത്രമാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടുന്ന് നമ്മളുടെ ഓഫീസിൽ നിന്ന് നമ്മളുടെ ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. നമ്മളിവിടുന്ന് അതിൻ്റെ ബോക്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യൽ. നമ്മൾ കുറച്ച് വർക്കുകൾ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഇവിടുന്ന് ചെയ്യും. ഇപ്പോൾ വലിയൊരു വർക്കാണെങ്കിൽ നമുക്ക്
നമുക്ക് ഇവിടുന്ന് ലോഡ് ചെയ്ത് പോയിട്ട് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യില്ല. അതിനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പകുതി വർക്ക് ഇവിടെയും പകുതി അവിടെയും ചെയ്യും. അപ്പോൾ നമ്മളവിടെ റിനോവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൊളിക്കാനും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നമുക്ക് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊളിക്കലൊരു ടൈം, അത് പൊളിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാച്ച് വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈമുണ്ട്. പിന്നെ ഫ്ലോറിങ് കാര്യം ഇങ്ങനെയൊക്കെ വരുന്നതിന് അതിനൊരു ഒരു സെറ്റിംഗ് ടൈം എന്നൊക്കെ ഉള്ള മാതിരി ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലോറിങ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് കഴിഞ്ഞ ടൈൽ വർക്ക് അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്ന ചില വർക്കുകളുണ്ടെങ്കിൽ നമ്മളത് അതിൻ്റെ ഒരു ടൈം പീരീഡ് നമ്മളവരോട് പറയും. ഒരു 10 ദിവസം കൊണ്ട് തീർക്കണ വർക്ക് വെച്ചാൽ നമ്മളൊരു 15ൻ്റെ ഉള്ളിൽ പറയും. കാരണം നമുക്ക് പല കാര്യങ്ങൾ ഇപ്പോൾ അതിൽ വരും. എന്താ വെച്ചാൽ ഇപ്പോൾ പണിക്കാരുടെ ഡിലേ വരും, അതുപോലെ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറണ്ടിൻ്റെ അങ്ങനെ പലതും വരുമ്പോൾ ഒരു 5 ദിവസം നമ്മൾ കൂട്ടി പറയും. പക്ഷെ നമ്മളെപ്പോഴും കൂട്ടി പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ അല്ലാണ്ട് നമ്മൾ വർക്ക് ഡിലേ ആക്കലില്ല. കാരണം അതുകൊണ്ടാണ് നമുക്ക് വർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാറ് നമ്മുടെ വെയർ ഹൗസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അസംബിൾ ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കാറ്. അതെ 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 അപ്പോൾ അതിന് അവിടുത്തെ വർക്കുകൾ കുറച്ച് ഫിനിഷ് ചെയ്ത് വരും ടൈമിൽ. അതെ 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 അപ്പോൾ കസ്റ്റമർക്ക് ആ ടൈം നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അതെ അതെ എപ്പോഴും കസ്റ്റമർ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്, ഫീഡ്ബാക്കിലൂടെ വർക്കുകൾ വരാറുണ്ട് സാറിന്? കസ്റ്റമറുടെ ഫീഡ്ബാക്കിൽ വരലുണ്ട്. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിലുള്ള കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ചിലപ്പോൾ കാലതാമസം പിടിക്കും ഓരോ ആൾക്കാർക്കും. ഇപ്പോൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുറച്ച് പേരുണ്ടാകുന്നത്, ഇന്ന് എന്താ വെച്ചാൽ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലും പിന്നെ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആഡും ഇതേ പറഞ്ഞ മാതിരി എല്ലാം കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ആൾക്കാർ കൺഫ്യൂസ്ഡാണ്. കാരണം ആരെ വിളിക്കണം, എങ്ങനെ വിളിക്കും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നമുക്ക് അങ്ങനെ വന്നോളന്നില്ല. സപ്പോർട്ടീവായിട്ട് ടീം എത്ര പേരാണുള്ളത് വർക്ക് ചെയ്യാൻ? ഇപ്പം എനിക്ക് വർക്കിന് 7 പേര് 8 പേര് എനിക്കുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ ടൈമിൽ വന്നോളന്നില്ല. ചിലവർ അവർക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നവരുണ്ടായിരുന്നു. കണ്ടിന്യൂ ആയിട്ട് നമുക്ക് 4-5 പേർക്ക് കൊടുക്കാനുള്ള വർക്ക് നമുക്കിവിടെ ഉണ്ട്. സാർ എന്തുകൊണ്ടാണ് ശരിക്ക് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് തിരിയാൻ? എല്ലാവരും ഇന്റീരിയൽ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, എന്നാലും കൂടുതൽ സാറ് റിനിവേഷനിലൊരു അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ കാരണം എന്താണ് ശരിക്കും? റിനോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇത് ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് എനിക്ക് ആദ്യം വുഡിൻ്റെ വർക്കായിരുന്നു. ഫർണിച്ചർ കാര്യങ്ങൾ വീടിൻ്റെയൊക്കെ മറ്റേ വുഡ് വിൻഡോ അങ്ങനെ ഫർണിച്ചർ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നൊരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലങ്ങനെ വന്നത് നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കടമ്പഴിപ്പുറം ഒരു 8-9 വർഷം മുന്നേ കുറച്ച് ഷോപ്പിൻ്റെ വർക്ക് വന്നു. അപ്പോൾ അന്ന് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ അത്ര അറിയപ്പെടുന്നില്ല. ഷോപ്പിൻ്റെ വർക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ പബ്ലിസിറ്റി വരും. അപ്പോൾ ഈ ഷോപ്പിൻ്റെ വർക്ക് ഒരു 1-2 വർക്ക് വലിയ വർക്കുകൾ നമുക്ക് വന്നു. പിന്നെ അതങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ വർക്കുകൾ പുറത്തു കൂടെ വരാൻ തുടങ്ങി. നമ്മളങ്ങനെ കടമ്പഴിപ്പുറത്ത് മാത്രം 10-14 ഷോപ്പ് നമുക്ക് അങ്ങനെ കിട്ടി. അവിടെ വീടിൻ്റെ കുറച്ച് വർക്ക്. പിന്നെ നമുക്ക് ഈ വന്ന വർക്കുകളിൽ കൂടുതൽ ഫസ്റ്റ് വന്ന തന്നെ പഴയ കിച്ചണാണ്. അപ്പോൾ അതിനവർ മാറ്റി തരാൻ പറ്റുമ്പോൾ അന്നൊക്കെ ഒരു 8-10 വർഷം മുന്നേക്ക് പറയുമ്പോൾ ആൾക്കാർ വന്നിട്ട് അന്നേരം ഇൻറ്റീരിയറിൽ അങ്ങനെ വല്ലാണ്ട് ഇതായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ സ്ലാബിൻ്റെ അടിയിൽ ഡോറ് വയ്ക്കുക, മരത്തിലെ ഡോറ് വയ്ക്കുക, വെറുതെ അടപ്പ് വയ്ക്കുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനത് ഈ മോഡുലാർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് പറഞ്ഞ് കൊടുത്താൽ ചെയ്യോ ഇല്ലേ നമുക്കൊരു ഉറപ്പില്ല. അങ്ങനെ 1-2 വർക്കുകൾ നമ്മൾ പൊളിച്ചിട്ട് മോഡുലാർ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഗ്രാനൈറ്റ് ബോക്സിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള സംഭവമാണെന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കും. റിനോവേഷൻ കുറച്ച് നന്നായി നിൽക്കുമോ. അപ്പോൾ 10 രൂപ കൂടുതൽ കിട്ടുമ്പോൾ പുതിയൊരു മേഖലയ്ക്ക് വരുമ്പോൾ അവർക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു പഴയ കിച്ചണിന് രൂപം മാറി പുതിയതിലേക്ക് എത്തി വരുമ്പോൾ ചില ആൾക്കാർ ബഡ്ജറ്റ് നോക്കാതെ ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ റിനോവേഷനിലേക്ക് തിരിഞ്ഞു. റിനോവേഷൻ ആകുമ്പോൾ ഒരു പുതിയൊരു ട്രെൻഡ് അവർ ആഗ്രഹിക്കുന്നത് അവർ മനസ്സിലേക്ക് വരും. ഈ ഷോപ്പിൻ്റെ വർക്കിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഷോപ്പിൽ എങ്ങനെയാണ്, പുതിയ വർക്കുകളാണോ റിനോവേഷൻ ആക്കിയിരുന്നത്? ഷോപ്പ് രണ്ടും ഉണ്ട്. പുതിയതും വരുന്നുണ്ട്, റിനോവേഷനും വരുന്നുണ്ട്. റിനോവേഷനും പറയുമ്പോൾ ഇപ്പോൾ അധികം ഇപ്പോൾ ഇവിടെ കൊപ്പത്ത് നമ്മൾ ചെയ്യുന്നൊരു ഷോപ്പ് 3 റൂമാണ്. 3 റൂമും കൂടി ഫുള്ള് അതിൻ്റെ വാളൊക്കെ തട്ടിയിട്ട് ഒന്നിച്ചാക്കിയിരിക്കുക. എൽ ഷേപ്പിലാണ്. ചില പഴയ ബിൽഡിങ്ങുകളുണ്ടാവും. പഴയ ബിൽഡിങ്ങിന് നമ്മൾ ഇപ്പോൾ എന്താ വെച്ചാൽ അതിനെ വാള് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഹാളാക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ വരുമ്പോൾ അതിനെ കുറച്ച് റിനോവേഷൻ വരും. പക്ഷേ വർക്കുകളെല്ലാം ഫ്രഷ് വർക്ക് തന്നെ വരും. നല്ലൊരു പേരോടുകൂടി മുന്നോട്ട് പോകണമെന്നല്ലോ, നല്ല വർക്കേഴ്സിനെ കിട്ടുക, നല്ല അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ ആഗ്രഹമൊന്നുമില്ല. ഇടയ്ക്ക് പുറത്തിങ്ങനെ പോവുക, അങ്ങനെ ഒരു കുട്ടി 2 മക്കളാണ്, 2 പേരും കുട്ടി ഇങ്ങനെ പുറത്ത് പോവുക, അങ്ങനെ ഒരു തന്നെയുള്ളൂ. അല്ലാണ്ട് വേറൊരു അങ്ങനെ ഒരു ഇതില്ല. ഫാമിലി സപ്പോർട്ട് എത്രത്തോളാണല്ലോ? അപ്പോൾ ഫാമിലി സപ്പോർട്ട് 100%. ഇപ്പോൾ വൈഫിനാണെങ്കിലും അവരുടെ വീട്ടിലെല്ലാവർക്കാണെങ്കിലും അച്ഛനും അമ്മയും ഇവരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഇതാണ്. കാരണം അവർ നമ്മളൊരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചാണ്. അപ്പോൾ ഏട്ടന്മാരും പെങ്ങന്മാരും അവരുള്ളൂ. അപ്പോൾ ഇവർ നമ്മളടുത്തിപ്പോൾ പറയാനുള്ള വൈഫിൻ്റെ അച്ഛനും അമ്മയാണ്. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പിയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ വളർച്ചയിൽ
അവർക്ക് വലിയൊരു സന്തോഷമാണ്. ഇപ്പം നമ്മൾ പറയണ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഏതൊരാൾക്കും ഉണ്ടാവില്ല, ഒരു വീടിൻ്റേതാണെങ്കിലും ഇപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിലും അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റ് നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ എത്രത്തോളം എത്തുക എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവർ ചിലത് എവിടെയൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണ്ട, ഇനി അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇത്ര ബഡ്ജറ്റിൽ ഒതുങ്ങുമില്ലേ എന്നൊക്കെ പറയുമ്പോൾ ചില ബഡ്ജറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് നമുക്കിപ്പോൾ നമ്മുടെ കുറച്ച് മാർജിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ വർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വർക്കാവും. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എടുത്തേ പറ്റൂ. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായ ഒരു മെറ്റീരിയൽ ഗ്യാരണ്ടി കമ്പനി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ബെൻഡാവുക കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ അതിൻ്റെ നമ്മൾ തീർക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർക്കും. ഈ അഡ്രസ്സും ഡീറ്റെയിൽസും ഒന്ന് പറയൂ, കറക്റ്റ് അഡ്രസ്സ് എവിടെയാണെന്നുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ മണ്ണാർക്കാട് ചെർപ്പളശ്ശേരി റോഡിലാണിത്. തിരുവാഴിയോട്ടുനിന്ന് മണ്ണാർക്കാട് കൊണ്ട് കുറച്ച് പോന്നു കഴിഞ്ഞാൽ ഹരിഹര കോംപ്ലക്സിലാണ്. വിസ്മയ ഇൻറ്റീരിയേഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഇവിടെ ഒരു 100-200 മീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരമേ ഉള്ളൂ തിരുവാഴിയുടെ സെൻറ്ററിൽ നിന്ന്. മണ്ണാർക്കാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അടിയോടിപ്പടി കയറ്റം കഴിഞ്ഞിട്ട് ശ്രീലക്ഷ്മി വർക്ക്ഷോപ്പിൻ്റെ തൊട്ടത് UK ഇലക്ട്രിക്കൽസിൻ്റെ ബിൽഡിങ്ങിൻ്റെ റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൂം, അതിന് അടുത്ത റൂമുണ്ട്, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 റൂം നമ്മളുടെ.